ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലീറ്റഡ് കുർത്തിയാണ്. ഇത് നമ്മൾ തയ്ക്കുന്നത് നൈറ്റി ഫാബ്രിക്കാണ്. നമ്മൾ 290 മീറ്റർ തുണി വാങ്ങിക്കുമല്ലോ നൈറ്റി ബിറ്റായിട്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ഈ ഒരു തുണീനെ 4ആക്കി മടക്കാം. സാധാരണ നമ്മൾ നൈറ്റി കട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ സെയിം ആ ഒരു മെത്തേഡിൽ തന്നെ തുണി മടക്കിയെടുക്കാം. ഇത് അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം. അപ്പോൾ ഈ നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത്, ബാക്കി താഴേക്കാണ് സ്ലീവ് എടുക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക, 6.5 ഇഞ്ചാണ്. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ 2.5 ഇഞ്ചിലേക്ക് ആ ഒരു ഷോൾഡർ കിട്ടും. ഇനി ഇവിടുത്തെ കൈക്കുഴീൻ്റെ ഇറക്കമാണ് ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. 6.5 ഇഞ്ചാണ് കറക്റ്റ്, പ്ലസ് 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് നീളത്തിൽ വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഷേപ്പിന് വേണ്ടി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇവിടുത്തെ ചെസ്റ്റ് റൗണ്ടാണ്, അതിവിടെ എനിക്ക് 9.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണ് അതിൻ്റെ 4/1 എടുക്കുക. ഇനി ഇവിടുന്ന് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 15 ഇഞ്ചാണ് ഷേപ്പായിട്ട് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ചുരുക്ക്, ആ ഫ്ലീറ്റ്സ് നമ്മൾ ഇടാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ആ ഒരു ചുരുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് അതിൻ്റെ വീതി, അവിടുത്തെ വണ്ണം എത്ര വരണേന്ന് നോക്കാം. എനിക്കിവിടെ 8.5 ഇഞ്ചാണ് അവിടുത്തെ വണ്ണം വരണത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇവിടെ നിന്ന് നമുക്ക് എക്സ്ട്രാ 8.5 ഇഞ്ചാണ് ബാക്കി തുണീൻ്റെ വീതി കിട്ടുന്നത്. ഇപ്പോൾ ടോട്ടൽ തുണീൻ്റെ വീതി എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. നൈറ്റി ഫാബ്രിക് സാധാരണ അത്രയാണല്ലോ നമുക്ക് കിട്ടാറ്. അപ്പോൾ അത്ര വീതി ഞാൻ അതിനെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ 8.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ പകുതി എടുക്കുക, അതായത് 4.25 ഇഞ്ച് അത് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 8ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, 4 ഇഞ്ച്. അപ്പോൾ ഇവിടെ എനിക്ക് 8.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്, അതുകൊണ്ട് 4.25 ഇഞ്ച് പകുതിയായിട്ട് എടുത്തു. ഇനി ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ല, അപ്പോൾ അത് കൊടുക്കുക. ഞാനിവിടെ 1.5 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നേരെ താഴേക്കും കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ചുരുക്ക് വരുന്നതെന്ന്. അപ്പോൾ ഇത് ഫുള്ള് നിങ്ങൾ കണ്ടാലേ അത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, കുർത്തീൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ 40 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ബാക്കി നമുക്ക് സ്ലീവിന് തയ്ക്കാൻ വേണമല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ ലെങ്ത്ത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ കൈക്കുഴീൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തല്ലോ, എക്സ്ട്രാ 1.5 ഇഞ്ച് കൊടുത്തിരുന്നു. അപ്പോൾ അതവിടെ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അത് നേരെ താഴേക്ക് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ 15 ഇഞ്ച്, അവിടെയും വരെ അതൊന്ന് കട്ട് ചെയ്ത് നിർത്താം. ആ പോയിൻ്റ് നിർത്തിയിട്ട് ഇങ്ങോട്ട് ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഭാഗം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ നിന്ന് ആ തയ്യൽത്തുമ്പടക്കം കട്ട് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യേണ്ടത്. എവിടെയാണ് നമ്മൾ ആ പോയിൻ്റ്, ആ പകുതി എവിടെയാണ് മാർക്ക് ചെയ്തിരുന്നത് അവിടെ വരെ നമ്മളിത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ആ ബാക്കി വന്ന ഭാഗം ഉണ്ടല്ലോ പുറത്തേക്ക് നിൽക്കുന്നത്, അത് നമ്മൾ ചുരുക്കിട്ട് ഫ്ലീറ്റ്സ് ആക്കി കൊണ്ടുവരും. അപ്പം നമുക്ക് കറക്റ്റ് തയ്യൽത്തുമ്പിൽ ആ ഒരു പോയിന്റിലേക്ക് വരെ ഫുള്ളും ഇവിടെ ചുരുക്കിട്ട് വരും. അപ്പോൾ ആണ് നമുക്ക് 2 സൈഡിലും ഫ്ലീറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവ് തയ്ക്കാനുള്ള തുണി കിട്ടുന്നത്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ, കണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു പീസ് തുണി എടുക്കുക. ഒരു 7.5 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും ഒരു തുണി ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വീതി നോക്കാം, ഒരു 7 ഇഞ്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ ആ ഒരു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലീറ്റ്സോ അല്ലെങ്കിൽ ചുരുക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ഫ്ലീറ്റ്സ് ഒന്ന് നമുക്ക് തയ്ച്ചിട്ട്
ഈ ഒരു പീസ് നമ്മളതിൻ്റെ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലീറ്റ്സ് ഈ ഒരു ഭാഗത്ത് ഫ്ലീറ്റ്സ് മാത്രമായിട്ടാണ് ഞാൻ തയ്ക്കുന്നത്, തുണിയായിട്ട് അറ്റാച്ച് ചെയ്യണില്ല. ഫ്ലീറ്റ്സ് അതൊന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ തയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആ തുണിയുമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഉണ്ട്, അപ്പോൾ നമുക്കത് ഒപ്പത്തിലെത്തണം. അതനുസരിച്ച് വേണം നിങ്ങൾ ആ ഒരു ഫ്ലീറ്റ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലീറ്റ്സ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു പീസ് തുണി ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയായിട്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഇതിനെ ഇതുപോലെ മടക്കിയിട്ട് നല്ല വശത്ത്, തുണീൻ്റെ നല്ല വശത്തായിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു അറ്റവശത്ത് വേണം അത് മടക്കി വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് ആ ഒരു നാര് ഭാഗം കാണും. അപ്പോൾ അതിന് ഈ ഒരു അറ്റത്ത് മടക്കിയിട്ട് വേണം നിങ്ങളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഫ്ലീറ്റ്സിൻ്റെ മുകളിൽ കൂടെ ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പീസ് വെച്ച് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പീസിന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഫ്ലീറ്റ്സിൻ്റെ ആ ചീത്ത ഭാഗം കാണില്ല. അപ്പം ഇതുപോലെ വേണം നിങ്ങളത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങൾ ആ ഒരു ഹോള് പോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ ഒരു അറ്റഭാഗത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലാസ്റ്റ് ചരട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഇതുപോലെ മടക്കി ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫുള്ളും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ ചരട് വരണത്. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലീറ്റ്സ് നല്ല ആ ഒരു റോങ് സൈഡ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. റോങ് സൈഡിലായിട്ട് മടക്കിയിട്ട് നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ച് ഇറക്കം ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്ത് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇതുപോലൊരു വി ഷേപ്പ് കൊടുക്കാം. ഇതുപോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ഞാൻ ഫ്രണ്ട് നെക്കിൽ കൊടുക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ലെങ്ത്ത് ഞാൻ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു യു ഷേപ്പ് കൊടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ നെക്കിൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിനെ 2ആക്കി മടക്കിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ ഭാഗമുള്ളത് ഇതിൻ്റെ മുകളിലായിട്ട് ആ മടങ്ങിയ ഭാഗവും ഈ പീസിൻ്റെ മടങ്ങിയ ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ആ നെക്കൊന്ന് ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന പീസ് ഉണ്ടാവും, അത് കട്ട് ചെയ്തിട്ട് അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നെക്കിൽ പൈപ്പിങ് വെക്കേണ്ട. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ടാൽ മതിയാവും. അപ്പോൾ ഞാനത് ഫ്രണ്ട് സൈഡിലാണ് അത് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇനി തുണീൻ്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ചിൽ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ആ നെക്ക് കിട്ടും. ബാക്കി 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് പോവും. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു യു ഷേപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്കും ഇതുപോലെ റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് സ്ലീവിന് വേണ്ടി എടുക്കാം. അപ്പോൾ ഇവിടെ 14 ഇഞ്ചിലാണ് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. താഴെ ഞാൻ ഫ്ലീറ്റ്സ് ഇട്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ് തയ്ക്കുന്നത്. ഇനി താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവിന് ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇനി അതത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 3/4 സ്ലീവ് തന്നെ ഈ ഒരു നൈറ്റി ബിറ്റിൽ നിന്ന് കിട്ടും. ലെങ്ത്ത് നിങ്ങളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 40 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഈ താഴെ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസിനുള്ളത്. പിന്നെ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ചിലാണ് ഞാൻ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമുക്കത് സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ്. ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അത് ഫ്ലീറ്റ്സ് ഇട്ട ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അവിടെ നമുക്ക് നേരിട്ട് ഫ്ലീറ്റ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കേണ്ടത്. നല്ല വശം ചേർത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ചിടും. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്ലീവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. ഇനി നമുക്ക് സ്ലീവ് ഈ ഒരു ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡ് ഇതുപോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗമാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ഇതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത്തും ചെസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്യുക. സാധാരണ നമ്മൾ കുർത്തിക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടുത്തെ വണ്ണം നമ്മൾ 8.5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഒരു 16.5 ഇഞ്ചിൽ നോക്കാം. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വശം ചേർത്തിട്ട് വേണം ഈ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടുത്തെ സ്ലീവിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ 2 ആം ഹോളും കറക്റ്റായിട്ട് കൂട്ടി പിടിച്ചിട്ട് വേണം സ്ലീവിൻ്റെ ഭാഗത്ത് വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് വണ്ണം വരുന്ന 5.5 ഇഞ്ചാണ്. അതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ടോപ്പ് ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗം നിങ്ങൾ മടക്കി തയ്ക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്ലീവിൽ മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ ഫ്ലീറ്റ്സ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെക്കിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പൈപ്പിംഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി വന്ന പീസ് കൊണ്ട്. അത് നമുക്കിവിടെ ഒരു കെട്ടാൻ വേണ്ടി എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇതിന് ഇതുപോലെയാണ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ മുമ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഞാൻ കുറച്ച് അയച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നുണ്ടല്ലോ ഇതുപോലെ ആ ഒരു ഹോള് നമ്മൾ കൊടുത്തിരുന്നു, അതിലേക്ക് ഈ ഒരു തുണീനെ ഇതുപോലെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ആ ഒരു നോട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ബാക്കിലേക്ക് ചുറ്റി അങ്ങനത്തെ ബെൽറ്റ് ടൈപ്പാണ് വേണ്ടെങ്കിൽ
സാധാ അതുപോലെ ബാക്കിൽ കൂടെ നമുക്കതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ കെട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ ആ സ്റ്റിച്ച് ഒന്ന് വിട്ടിട്ട് ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഗൗൺ ടൈപ്പ് പ്ലീറ്റഡ് കുർത്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 290 മീറ്ററുള്ള നൈറ്റി ബിറ്റ് വെച്ചാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു കുർത്ത തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.